വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 5. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറ കെട്ടുപോയാൽ ഉപ്പ് എങ്ങനെ വീണ്ടും ഉറ കൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവിടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെ ധ്യാനിക്കാം. ക്രിസ്തുവിൽ അന്ധകാരമില്ല. ക്രിസ്തുവാകുന്ന പ്രകാശത്തെ അനുദിനം പ്രോജ്വലിപ്പിക്കുവാൻ ക്രൈസ്തവരായി നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വിളിയും ധർമ്മവും ഒന്നു തന്നെയാണ്. നാം ക്രിസ്തുവിന് സ്വന്തമെങ്കിൽ ലോകത്തിൻ്റെ വെട്ടമായി തീരാൻ കടപ്പെട്ടവരാണ്. ഇന്നത്തെ സുവിശേഷത്തിലെ 2 പ്രതീകങ്ങളും ഏറെ അർത്ഥസമ്പുഷ്ടമായവയാണ്. ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പും. ഉപ്പ് രുചി നഷ്ടപ്പെട്ടു പോയാൽ അത് ഉപയോഗശൂന്യമായ ഒരു വസ്തുവായി മാറും. അത് വലിച്ചെറിയുവാനും മനുഷ്യരാ ചവിട്ടപ്പെടുവാനുമല്ലാതെ മറ്റൊന്നിനും ഉപകരിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു സ്നേഹത്തിൻ്റെ കൃപയും ആത്മീയ ബലവും നഷ്ടപ്പെട്ടു പോയാൽ, ദൈവിക നന്മകൾ നഷ്ടപ്പെട്ടു പോയാൽ നാമും രുചി നഷ്ടപ്പെട്ടു പോയ ഉപ്പായി രൂപാന്തരപ്പെടും. നമ്മളിൽ തെളിയിച്ചിരിക്കുന്ന ആത്മീയ കൃപാവരങ്ങൾ അനുദിനം അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി രുചിയായി അനുഭവപ്പെടണം. ഉപ്പ് അല്പം മാത്രം മതി, എന്നാൽ അതിൻ്റെ ഉപയോഗമോ അതിശ്രേഷ്ഠമാണ്. നാം ആകുന്ന വിശ്വാസ സമൂഹം അല്പമെങ്കിലും ഈ സമൂഹത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ആശ്വാസവും സാന്ത്വനവും പകരാൻ കഴിഞ്ഞാൽ, പ്രതീക്ഷയുടെ ബലം നൽകാൻ കഴിഞ്ഞാൽ, ജീവിതത്തിൻ്റെ ദുഃഖദുരിത അനുഭവങ്ങളിൽ ആശ്വാസത്തിൻ്റെ തണലാകാൻ കഴിഞ്ഞാൽ അത് വലിയ അനുഭവമാണ്. ലോകത്തിൻ്റെ പ്രകാശമാകുവാൻ നമുക്ക് കടമയുണ്ട്. കാരണം എന്തെന്നോ, നാം അനുധാവനം ചെയ്യുന്നത് സത്യപ്രകാശമാകുന്ന ക്രിസ്തുവിനെയാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവർ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവർക്ക് ജീവദായകമായ പ്രകാശം ലഭിക്കുമെന്ന് ഭൂമിയെ പഠിപ്പിച്ചത് ക്രിസ്തുവാണ്. ക്രിസ്തു മാത്രമാണ് ഇപ്രകാരമുള്ള ഒരു പഠനം നടത്തിയിട്ടുള്ളത്. മറ്റുള്ളവരെല്ലാം പ്രകാശത്തിൻ്റെ വെട്ടത്തിൽ ജീവിച്ച് ആ നന്മ ലോകത്തിൽ നൽകിയപ്പോൾ ക്രിസ്തു സത്യപ്രകാശമായി തന്നെ ഭൂമിയെ പ്രശോഭിപ്പിച്ചു. നമ്മളെല്ലാവരും ക്രിസ്തുവിനാൽ പ്രശോഭിതരാണ്. നമ്മുടെ ജീവിതം അപ്രകാരമായിരിക്കുകയും വേണം. യേശു നമ്മോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ മേശമേൽ കത്തിച്ചു വെച്ച ദീപമാവുക. അതായത് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നവരാകുക. മലമുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന ദീപം കെട്ടുപോകുവാനുള്ള സാധ്യത ഏറെയാണ്. കാരണം എന്തെന്നോ, ഏറ്റവും പ്രതികൂലമായ കാറ്റ് വീശുന്നത് മലമുകളിലെ ദീപത്തിലേക്കാണ്. എങ്കിലും അണഞ്ഞു പോകാതെ സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട്. എന്തെന്നാൽ ഈ മലയുടെ അടിവാരത്ത് ഒരുപിടി മക്കൾ ഈ പ്രകാശവെട്ടത്തിൽ ജീവിക്കുന്നുണ്ട്. ഞാനും നിങ്ങളുമാകുന്ന മലമുകളിലെ ദീപം അണഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കണം. കാരണം ഈ വിളക്ക് അണഞ്ഞു പോയാൽ അന്ധകാരത്തിലാകുന്നത് ഞാനും നീയുമെന്ന ഒരു വ്യക്തിയല്ല, മറിച്ച് നമ്മിൽ വിശ്വാസബലം കണ്ടെത്തി ജീവിക്കുന്ന ഒരുപിടി മനുഷ്യരാണ്. മറ്റുള്ളവരെ അന്ധരാക്കിയിട്ട് അന്ധകാരത്തിലേക്ക് ആഴ്ത്തിവിട്ടിട്ട് എന്ത് സമാധാനമാണ് നമുക്കുണ്ടാവുക? അതുകൊണ്ട് തന്നെ നാം കുറച്ചുകൂടി ശ്രദ്ധയോടെ ഈ പുണ്യഭൂമിയിൽ ലോകത്തിന് പ്രകാശമായി, ഭൂമിക്ക് ഉപ്പായി രൂപാന്തരപ്പെടണം. ക്രിസ്തു എപ്രകാരമാണ് നാം ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു. അവൻ ആരംഭം മുതൽ അന്ത്യം വരെയും ലോകത്തിൻ്റെ പ്രകാശമായിരുന്നു, ഭൂമിക്ക് ഉപ്പായിരുന്നു. നമുക്കും അവൻ്റെ സ്നേഹപാത പിന്തുടർന്ന് അപരന് നന്മയുടെ ഇത്തിരി വെട്ടം പകരുവാനും
ജീവിതത്തിൽ രുചി നഷ്ടപ്പെട്ടു പോയവർക്ക് ക്രിസ്തു സ്നേഹത്താൽ പ്രേരിതമായി നന്മയുടെ രുചി പകരാനും ഈ ദിനം കൃപ പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.